മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിന്ന് എന്തുവാ പഠിക്കുന്നത്? അനലിറ്റ്സിനെ കുറിച്ച് പഠിക്കാം ഈ വീഡിയോയിൽ. അനലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സീലോമേറ്റ് അനിമൽസ് ആണ്. സീലോം ഉള്ള അനിമൽസ് ആണ്. എന്താണ് ഈ സീലോം? വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരിൽ ഉള്ള സീലോം എന്ന് പറയുന്നത് ട്രൂ സീലോമാണ്. ട്രൂ സീലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും യഥാർത്ഥത്തിലുള്ള സീലോമാണ്. അപ്പോൾ യഥാർത്ഥമല്ലാത്ത സീലോമിന് എന്ത് പറയും? സ്യൂഡോ സീലോം എന്ന് പറയും. അപ്പം എന്താണ് ഈ ട്രൂ സീലോമും സ്യൂഡോ സീലോമും തമ്മിലുള്ള വ്യത്യാസം? ട്രൂ സീലോം ആണെങ്കിൽ ഇപ്പം ഇത്രയും മാത്രം മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങളിത് മറ്റ് ചില ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ എക്ടോഡോം ഉണ്ട്, ബോഡി ലേസ് നിങ്ങൾക്ക് അറിയായിരിക്കും. 3 ലേസ് ഉണ്ടല്ലോ. എക്ടോഡോം ഉണ്ട്, മീസോഡോം ഉണ്ട്, പിന്നെ എൻഡോഡോം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മീസോഡോമിൻ്റെ ഉള്ളിലായിട്ട് ഫോം ചെയ്യുന്ന സ്പേസ്, ഒരു ക്യാവിറ്റി, ഒരു സ്പേസ്, ആ സ്പേസ് അതാണ് ട്രൂ സീലോം. ട്രൂ സീലോം എന്ന് പറയുമ്പോൾ മീസോഡോമിൻ്റെ ഉള്ളിൽ അല്ലേ? അപ്പം അത് നോക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ ഔട്ടറും ഇന്നറും വാൾ ലൈൻ ചെയ്തേക്കുന്നത് മീസോഡോം കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള സീലോമാണ് ട്രൂ സീലോം. അപ്പം അങ്ങനെ അല്ലാത്ത സീലോംസ് ഉണ്ട്, മീസോഡോമിൻ്റെ എൻഡോഡോമിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഫോം ചെയ്യുന്നത്. അതൊക്കെ സ്യൂഡോ സീലോമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പം അത്രയും മാത്രം മനസ്സിലാക്കുക. സീലോം എന്തോന്ന് മനസ്സിലായല്ലോ? ബോഡിയിലുള്ളിലെ ക്യാവിറ്റിയാണ്, സ്പേസ് ആണ്. ബോഡി ലേയേഴ്സിൻ്റെ ഉള്ളിൽ സ്പേസ് ആണ്. അപ്പോൾ അത് ട്രൂ ആയിട്ടുള്ള ആ സീലോം ഉള്ള ആൾക്കാരാണ് ഈ അനലിറ്റ്സ്. അത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ അനലിറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവരുടെ ബോഡി നോക്കിയാൽ ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ആ സെഗ്മെന്റ് അതിനെ നമുക്ക് അനുലേ എന്ന് പറയാം. അനുലേ പേര് കേട്ടോ. അപ്പോൾ ഈ അനുലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവെന്നറിയാമോ? ചില സൂപ്പർഫിഷ്യൽ ഗ്രൂവ്സ് ആണ്. ചില ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു ചെറിയൊരു ഡിപ്രഷൻ അല്ലേ? അപ്പം എവിടെയായി കാണുന്ന ഗ്രൂവ്സ്? ഔട്ടർ ബോഡിയിൽ. അപ്പം ഓരോ ഗ്രൂവും മീൻസ് ആ ഗ്രൂവ് കൊണ്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സെഗ്മെന്റ്, ഇത് അടുത്ത സെഗ്മെന്റ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പം അനുലി എന്ന് പറയുന്നത് ചില സൂപ്പർഫിഷ്യൽ ഗ്രൂവ്സ് ആണ്. അത് സെഗ്മെന്റേഷനെ റിപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ബോഡി, ഈ അനലിറ്റ്സിന്റെ ബോഡി സെഗ്മെന്റഡ് ആണെന്ന് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ സെഗ്മെന്റ്സ് ആയിട്ട് ഇരിക്കും. ഓക്കെ. അപ്പോൾ ഈ സെഗ്മെന്റ്സിൽ മിക്കവാറും ഓൾമോസ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി എന്ന് നമുക്ക് പറയാം, ഓരോ സെഗ്മെന്റിനും അതിൻ്റേതായിട്ടുള്ള ഓർഗൻസ് ഉണ്ടാവും. ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നെഫ്രീഡിയ, എക്സ്ക്രിറ്ററി ആയിട്ടുള്ള ഓർഗൻസ് ആണ്. അതിൻ്റേതായ ഓരോ സെഗ്മെന്റിനും അതിൻ്റേതായ മസിൽസ് കാണും, അതിൻ്റേതായ ബ്ലഡ് വെസൽസ് കാണും. കാരണം അതിന് മീൻസ് ഓരോ സെഗ്മെന്റും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോന്നിനും ഓരോരുടേതായ ഓർഗനൽസ് ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം അനലിറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോഡി സെഗ്മെന്റഡ് ആണ്. ആ സെഗ്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പുറമേ നോക്കുമ്പോൾ ചില ഗ്രൂവ്സ് ഉണ്ട് കണ്ടോ. ആ ഗ്രൂവ്സിനെ നമുക്ക് എന്ത് പറയാം? ആനുലേ എന്ന് പറയാം. അത്രയും ക്ലിയർ ആയല്ലോ? അതാണ്ട് ഇവിടെ നമുക്ക് കാണാം കണ്ടോ, ഇങ്ങനെ ആ ഗ്രൂവ്സ് ആണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നത്. കണ്ടോ, ഇങ്ങനെ ഗ്രൂവ്സ് അതിനെയാണ് നമ്മൾ അനുലേ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഈ എന്താണ് അനലിറ്റ്സിനകത്ത് വരുന്ന എക്സാമ്പിൾസ് മെയിനായിട്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ? എർത്ത് വേംസ് ഉണ്ട്, ലീച്ചസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫൈലം അനലിറ്റ്സിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബോഡി നോക്കുകയാണെങ്കിൽ സിമെട്രി എങ്ങനെയാണെന്ന് അറിയാമോ? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഓൾമോസ്റ്റ് ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണ് അല്ലേ? ബൈലാറ്ററൽ, ഇങ്ങനെ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. സോ ബൈലാറ്ററൽ സിമെട്രി ആണ് ഇവരുടെ ഈ അനലിറ്റ്സിൻ്റെ സിമെട്രി എന്ന് പറയുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആണ്. 3 ലേസ്, എക്ടോഡവും എൻഡോഡവും മീസോഡവും.
ഓർഡറിൽ പറയുകയാണെങ്കിൽ എക്ടോഡോം, മീസോഡോം, എൻഡോഡോം. അങ്ങനെ 3 ബോഡി ലേയേഴ്സ് ഉള്ള അനിമൽസ് ആണ് ആനലിഡ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് അല്ലേ, അവരുടെ ബോഡി ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ കുറേ ഇത് സിലിണ്ട്രിക്കലാണ് അല്ലേ, സിലിണ്ട്രിക്കലാണ്, ഇലോങ്ങേറ്റഡ് ആണ്, വേർമിഫോം ആണ്. വേർമിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വേം ലൈക്ക് ബോഡിയാണ്. മെറ്റാമറിസം പ്രസന്റ്. എന്താണ് മെറ്റാമറിസം? വാട്ട് ഈസ് മെറ്റാമറിസം? ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. മെറ്റാമറിസം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിയൊന്നും വേണ്ട. ഇത് നമ്മുടെ നോർമലി പറയുന്ന സെഗ്മെന്റേഷന്റെ വേറൊരു പേരാണ് മെറ്റാമറിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം ചിന്തിക്കേണ്ട. സെഗ്മെന്റേഷന്റെ വേറെ ഒരു സിനോണൈം. അപ്പം ഈ അനലിഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റേണലിയും ഇന്റേണലിയും സെഗ്മെന്റേഷൻ ഉണ്ട്. അതെന്തുവാ പറയുന്നത്? എക്സ്റ്റേണലിയും സെഗ്മെന്റേഷൻ ഉണ്ട്, ഇന്റേണലിയും സെഗ്മെന്റേഷൻ ഉണ്ട്. അതായത് ആ ഓർഗാനിസത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറമേ നോക്കുമ്പോഴും നമുക്ക് സെഗ്മെന്റ് ആയിട്ട് തോന്നത്തില്ലേ? ആനുലേ ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പോൾ റിംഗ് ലൈക്ക് കൺസ്ട്രക്ഷൻസ് ആനുലേ എന്ന് പറയും. അപ്പോൾ ആനുലേ ഉള്ളതുകൊണ്ട് എക്സ്റ്റേണലി സെഗ്മെന്റഡ് ആണ്. ഇനി ഇന്റേണലി സെഗ്മെന്റഡ് ആണെന്ന് പറയാൻ കാരണം എന്തുവാ? ഇനി ഇന്റേണലി നോക്കി കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റ്സും ഇൻഡിപെൻഡന്റ് ആണ്. അതിന് ഓരോന്നിനും അവരവരുടേതായിട്ടുള്ള ഓർഗനൽസ് ഉണ്ട് കേട്ടോ. സീരിയൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോഡി പാർട്സ് ഉണ്ട് കേട്ടോ, ലൈക്ക് നെഫ്രീഡിയ, പെയ്ഡ് ബ്ലഡ് വെസൽസ്, സെഗ്മെന്റഡ് ഗാംഗ്ലിയ എന്താണ്? ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അഗ്രിഗേഷൻ ഓഫ് നെർവ് സെൽ ബോഡി അല്ലേ. നെർവ് സെൽ ബോഡീസിന്റെ ഒരു അഗ്രിഗേഷൻ ആണ്. അതിന് സിഗ്നൽസ് ഒരു റിലേ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് മനസ്സിലായോ, ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ഒരു റിലേ സ്റ്റേഷൻ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് നെർവ് സെൽ ബോഡീസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ബട്ടൺ ലൈക്ക് സ്ട്രക്ചറാണ് ഗാംഗ്ലിയ. എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത്രയേ ഉള്ളൂ. ഇന്റേണലി സെഗ്മെന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സെഗ്മെന്റും ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അനലിഡ്സ് എക്സ്റ്റേണലിയും ഇന്റേണലിയും സെഗ്മെന്റഡ് ആണെന്ന്. ഓക്കെ, ഈ അഡ്ജസൻറ്റ് സെഗ്മെന്റ്സ്, ഇപ്പോൾ ഇതൊരു സെഗ്മെന്റ്, ഇതടുത്ത സെഗ്മെന്റ് ഉണ്ടോ, അത് തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? സെപ്റ്റ, ഒരു വാളുണ്ട് ഉണ്ടോ, വാൾ, അതിനെ സെപ്റ്റ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു കാര്യം പറയാൻ പോകും, ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോഡി വാൾ ഉണ്ടല്ലോ, ബോഡി വാളിൻ്റെ ഏറ്റവും പുറമേയുള്ള ഔട്ടർ ലൈനിങ് ആണ് ക്യൂട്ടിക്കിൾ ഇവർക്കുണ്ട്. ഈ ക്യൂട്ടിക്കിൾ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഏറ്റവും പുറമേയുള്ള ബോഡി ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ് ആണ്. അതായത് എക്ടോഡോം ആണല്ലോ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പം എപ്പിഡെർമിസ് ആണ് ഈ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ ബോഡി വാൾ, അനലിഡ്സിന്റെ ബോഡി വാൾ, ഇറ്റ് ഈസ് ഡെർമോമസ്കുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡി വാളും മസ്കുലാർ ലെയറും, അതായത് എപ്പിഡെർമിസും പിന്നെ മസ്കുലാർ ലെയർ അതെന്ന് പറയുന്നത് മീസോഡം ആണല്ലോ. എപ്പിഡെർമിസും മസ്കുലാർ ലെയറും ഇന്റഗ്രേറ്റഡ് ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഡെർമോ മസ്കുലാർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇന്റഗ്രേറ്റഡ്? എപ്പിഡെർമിസും പിന്നെ നമ്മുടെ മീസോഡോമിൽ നിന്നാണ് നല്ല മസിൽ, അതായത് മസ്കുലാർ ലെയർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ പറയാം. മസ്കുലാർ ലെയറും ഇത് രണ്ടും ഇന്റഗ്രേറ്റഡ് ആണ്. ഇനി എന്താ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു സിസ്റ്റമായിട്ട് ചേർന്ന് അങ്ങ് വർക്ക്. ഉണ്ടോ, അതാണ് ഇന്റഗ്രേറ്റഡ്. അതുകൊണ്ട് തന്നെ ചേർത്തങ്ങ് വിളിക്കുകയാണ് ഡെർമോ മസ്കുലാർ. ഡെർമോ എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസ് എന്നുള്ളതാണ്, മസ്കുലാർ എന്ന് പറയുമ്പോൾ മസ്കുലാർ ലെയർ. അപ്പോൾ അത് ചേർന്ന് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ലോക്കോമോഷനൊക്കെ ഒരുപാട് സപ്പോർട്ടീവാണ്. സോ ബോഡി വാൾ എന്ന് പറയുന്നത്, അനലൈറ്റ്സിന്റെ ബോഡി വാൾ എങ്ങനെയാണ്? ഡെർമോ മസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എപ്പിഡെർമിസും മസ്കുലാർ ലെയറും ഇന്റഗ്രേറ്റഡ് ആണ്, അത് ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ,
അപ്പം ഈ ഡെർമോമസ്കുലർ ബോഡി വാൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡെർമിസ്, അതായത് ഔട്ടർ കവറിങ് ഈസ് ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ മസിൽ ലെയർ ബിനീത്ത് ഇറ്റ്. ദിസ് കോമ്പിനേഷൻ അത് ഉള്ളതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഓർഗാനിസത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, മൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഡെർമോമസ്കുലർ അത്രയും അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട്. ഇനി മസ്കുലാർ ലെയർ എടുക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം. മസ്കുലാർ ലെയർ എടുക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലെയേഴ്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട് മസ്കുലാർ ലെയർ എടുക്കുമ്പോൾ. ഇതിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെ നോക്കിയാലും കാണാം. ഉണ്ടോ ഇങ്ങനെ ചുറ്റി ഒരു കോട്ടിട്ട ഉണക്കുണ്ടോ, ഒരു സർക്കുലർ ആയിട്ടുള്ള ലേയേഴ്സ് ഓഫ് മസിൽസ് ഉണ്ട്, അതൊരു ടൈപ്പ്. ഇങ്ങനെ ഹോറിസോണ്ടൽ ബാർസ് ആയിട്ടുണ്ടോ, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ബോഡിയുടെ നീളത്തിൽ. ഇവിടെ ഈ സർക്കുലർ മസിൽസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ബോഡിയുടെ ലെങ്തിൻ്റെ അത്രയും നീളത്തിന് ഇങ്ങനെ ഉണ്ടോ ലീനിയർ ആയിട്ടുള്ള അങ്ങനത്തെ മസിൽസ് ഉണ്ട്. അപ്പോൾ സർക്കുലർ മസിൽസും ലോജിറ്റ്യൂഡിനൽ മസിൽസും ഉണ്ട്, രണ്ട് ടൈപ്പിൽ മസിൽസ് ഉണ്ട് ഈ മസ്കുലാർ ലെയറിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്തുമായിരിക്കും? ഈ സർക്കുലർ മസിൽസ് നിങ്ങൾ ചിന്തിച്ചേ, ഇത് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ, സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ എന്ത് പറ്റും? ഈ എർത്ത് വോം, സപ്പോസ് എർത്ത് വോം ഇതിനകത്ത് വരുന്നില്ല, അതുകൊണ്ട് എർത്ത് വോമിനെ എടുത്ത് പറയാം, നമുക്ക് എല്ലാവർക്കും അത് ഒത്തിരി ഫെമിലിയർ ആണല്ലോ. അപ്പോൾ ഈ സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോഡി ഇങ്ങനെ ചെറുതാവും എന്ന് പറയുമ്പോൾ നീളം വയ്ക്കും അല്ലേ, നീണ്ടു വരും, ഇങ്ങനെ നീണ്ടു വരും ഈ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇനി ലോജിറ്റ്യൂഡൽ മസിലോ, അത് കോൺട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കുമല്ലോ അല്ലേ. ആ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നീളം കുറയും, ഷോർട്ടൺ ചെയ്യും, വണ്ണം കൂടും അല്ലേ. അപ്പം ഈ രണ്ട് ടൈപ്പ് മസിൽസിൻ്റെയും ആക്ഷൻ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തില്ലേ? എർത്ത് വോം സോറി നമ്മുടെ അത് തന്നെ എർത്ത് മൂവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പം ആ ഒരു മൂവ്മെൻറ്റിന് ഈ രണ്ട് മസിൽസിൻ്റെയും കോൺട്രാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സപ്പോർട്ടീവാണ്. സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് തിന്നായിട്ട് നീളം കൂടും, ലോജിറ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഷോർട്ടായിട്ട് വണ്ണം കൂടും അല്ലേ. ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെയല്ലേ അത് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ അത് ഓക്കെ. അപ്പം സർക്കുലർ മസിൽ എന്ന് പറയുന്നത് എപ്പിഡെർമിസിൻ്റെ അടിയിലായിട്ട് ഇമ്മീഡിയറ്റ്ലി ബിനീത്ത് എപ്പിഡെർമിസ് കാണും. അപ്പം അതുവഴി അതിൻ്റെ കോൺട്രാക്ഷൻ വഴി ഓർഗാനിസം ലെങ്തൻ ചെയ്യും, നാരോ ആവും, വണ്ണം കുറയും. ലോജിറ്റ്യൂഡിനൽ മസിൽസ് അത് സർക്കുലർ മസിൽസിൻ്റെ അടിയിലായിട്ട് കാണാം. അപ്പോൾ അത് ബോഡി ഷോർട്ടൺ ചെയ്യും, അറിയത്തില്ലേ, ഇങ്ങനെ ഷോർട്ടൺ ചെയ്ത് പിന്നെ അത് ഉണക്ക് അടുത്തതിൻ്റെ ആക്ഷൻ കൊണ്ട് ലെങ്തൻ ചെയ്യും, അങ്ങനെ എഴിഞ്ഞ് പോവാൻ. ഈ മൂവ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ മസിൽസിൻ്റെ ഈ ഒരു ആക്ഷൻ. ഓക്കേ, ഇനി വേറൊരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ് കീറ്റെ എന്ന് പറയും. കീറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബ്രിസിൽസ് ആണ് കാണിക്കാം. കണ്ടോ, ഞാൻ ബ്രിസിൽസ് കൊണ്ടുകയും അതിൻ്റെ ബോഡി ഇപ്പം ഇതൊരു നീറിസ് എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്ന ഒരു ഓർഗാനിസം ആണ്. ഉണ്ടോ ബ്രിസിൽസ് കൊണക്കിരിക്കുന്ന കണ്ടില്ലേ, ബ്രിസിൽസ് കൊണക്ക് ആ ഒരു എണ്ണം എടുത്ത് വലുതാക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ബ്രിസിൽ ലൈക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്, എപ്പിഡെർമിസിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും, അതിനെ കീറ്റെ എന്ന് പറയും. എന്തുകൊണ്ട് മെയിനായിട്ടും എൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സീലോം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ക്യാവിറ്റിയാണ്. സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ക്യാവിറ്റിയാണ്. എവിടെ കാണാൻ പറ്റും? ഇപ്പം കണ്ടോ, ഇപ്പം ഒരു എർത്ത് വോമിൻ്റെ ബോഡി എടുത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചിരിക്കാം. ഇതിപ്പം എക്ടോഡോം അല്ലെങ്കിൽ എപ്പിഡെർമിസ്, അതിൻ്റെ അടിയിൽ നമുക്കറിയാം മീസോഡോം. ഞാൻ പറഞ്ഞില്ലേ, മീസോഡോമിൻ്റെ ഉള്ളിലൊരു സ്പേസ് പതുക്കെ ഫോം ചെയ്യും, ആ സ്പേസിനെയാണ് ക്യാവിറ്റി അല്ലേ. അപ്പം നമുക്ക് പറയാം ബോഡി വാളിനും ഇത് ബോഡി വാൾ ഇതെന്ന് പറയുന്നത് അപ്പം ഗട്ടാണേ, ഗട്ട് അലിമെൻ്ററി കനാലിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന സ്പേസ് ആണ് സീലോം അല്ലേ. ഉണ്ടോ സ്പേസ് നോക്കി, ഇത് ബോഡി വാൾ ഗട്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് സീലോം എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ലൈൻ ബൈ മീസോഡോം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ മീസോഡോമിൻ്റെ ഉള്ളിൽ തന്നെ ഫോം ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഇത് ട്രൂ സീലോമാണ്. അനലിഡ്സ് ട്രൂ സീലോമുള്ള ആൾക്കാരാണ്.
പിന്നെ വേറൊരു കാര്യം പറയണം, ഈ സീലോം നോക്കി ഇപ്പം തോമങ്ങിൻ്റെ ബോഡി ഇങ്ങനെ നീളത്തിലല്ലേ ഇരിക്കുന്നേ, അപ്പോൾ ഈ സീലോം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവോ? വെച്ചുകഴിഞ്ഞാൽ ആൻറ്റീരിയർ എൻഡ് മുതൽ പോസ്റ്റീരിയർ എൻഡ് വരെ ഇങ്ങനെ നീളത്തി ഒറ്റ ഒരു സ്പേസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കുമോ? അല്ല. ആരാ അവിടെ മുറിക്കുന്നത്? നമുക്കറിയാം ഇതിൻ്റെ അനലിസിൻ്റെ ബോഡിയിൽ കുറേ എന്താണ് ഗ്രൂവ്സ് ഉണ്ടല്ലേ, ഓരോ സെഗ്മെൻ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ. ആ ഒരു പാർട്ടീഷൻ മൂലം ഈ സീലോം കണ്ടിന്യൂസ് അല്ല, ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചില സെപ്റ്റാസ് മൂലം അതിങ്ങനെ മുറിഞ്ഞാണ് കാണുന്നത്, കേട്ടോ. കണ്ടിന്യൂസ് അല്ല. ഇതിപ്പം ആൻറ്റീരിയർ എൻഡാണെങ്കിൽ അങ്ങ് പോസ്റ്റീരിയർ എൻഡ് വരെ ഇത് കണ്ടിന്യൂസ് അല്ല. പകരം ഇങ്ങനെ മുറിഞ്ഞ് സെപ്റ്റാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതായിരിക്കും സീലോ എന്ന് പറയുന്നത്. സോ ഡിവൈഡഡ് ബൈ സെപ്റ്റ. ഇനി ഈ സീലോ, ഈ സ്പേസ് കണ്ടോ, ഈ സ്പേസ് ഇതിൻ്റെ ഔട്ടർ സൈഡ് ലൈൻ ചെയ്തേക്കുന്ന ലെയർ എന്ന് പറയുന്നത് പെറൈറ്റൽ ലെയർ ആണ്. പെറൈറ്റൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോഡോമിൻ്റെ ഒരു ലെയർ തന്നെയാണ്, കേട്ടോ. ബോഡി വാളിനെ ഇതല്ലേ ബോഡി, ഇത്രയും സ്ഥലത്തിനെ നമുക്ക് ബോഡി വാൾ എന്ന് പറയാം. അപ്പോൾ ബോഡി വാളിനെ ഇന്റേണലി ലൈൻ ചെയ്തിട്ടുള്ള മീസോഡോമിൻ്റെ ലെയർ എന്ന് പറയുന്ന പേരാണ് പെറൈറ്റൽ ലെയർ. മനസ്സിലായോ? ബോഡി വാളിനെ ഇത് ഇത്രയും ബോഡി വാൾ എന്ന് പറയാം, ലൈൻ ചെയ്തുകൊണ്ടുള്ള മീസോഡോമിൻ്റെ ലെയർ. അപ്പോൾ സീലോം എക്സ്റ്റേണലി ആരാ ലൈൻ ചെയ്തേക്കുന്നത്? പെറൈറ്റൽ ലെയർ. ഇനി ഇത് നമുക്ക് ഗട്ടാണ്, ഗട്ട് അല്ലേ? ഗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ അലിമെന്ററി കാനൽ നമ്മുടെ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യും? മൗത്തിൽ തുടങ്ങി ഏനസിൽ ഒരു നീണ്ടൊരു ട്യൂബ് കണക്കല്ലേ കാണുക. ഓക്കെ, അതിവിടെ കാണാം. അതിൻ്റെ പുറമേയും ഈ മീസോഡോമിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ് പറയുന്ന പേരാണ് പെരിറ്റോണിയം. അപ്പോൾ രണ്ട് പേരുണ്ട്. മീസോഡോമിൻ്റെ തന്നെ ലേസ് ആണ് അവർ, കേട്ടോ. അപ്പോൾ ബോഡി ലെയറിൻ്റെ അടിയിലായിട്ട് കാണുന്ന മീസോഡോമിൻ്റെ ആ ലൈനിങ്ങിനെ പെറൈറ്റൽ എന്ന് പറയും. ഗട്ടിൻ്റെ പുറമെ, വിസറൽ ഓർഗൻസിൻ്റെ പുറമെ ഉള്ള ലൈനിങ്ങിനെ, മീസോഡോമിൻ്റെ ലെയറിനെ പറയാം പെരിറ്റോണിയം. അപ്പോൾ നമുക്ക് പറഞ്ഞോണ്ടേ, സീലോം externally lined by parietal layer, internally this is the internal surface, internally it is lined by peritoneal layer. Okay. ഇനി ഗട്ട്, അതായത് അലിമെന്ററി കനാൽ, അത് സ്ട്രെയിറ്റ് ആണ് അല്ലേ? എർത്തോമിൻ്റെ ബോഡി ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗട്ട് ഉണ്ടെങ്കിൽ ഗട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളൊരു ട്യൂബായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലേ? മൗത്തിൽ തുടങ്ങി ഏനസിൽ എൻഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ട്യൂബായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ബോഡിയുടെ സെക്ഷൻസ് 3 സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്, കണ്ടോ? 3. ഏതൊക്കെയാണ്? പെരിസ്റ്റോമിയം. എന്താ ഈ പെരിസ്റ്റോമിയം നിങ്ങൾ വേറെ എങ്ങനെ കേൾക്കാൻ വഴിയില്ല. നോക്കിക്കോ, പെരിസ്റ്റോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എർത്തോമിനെ എടുത്ത് വെച്ച് നോക്കും. എല്ലാ എർത്തോം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം അത്രയും നമുക്കത് ഫെമിലിയർ ആയതുകൊണ്ട്, കേട്ടോ. എർത്തോമിനെ എടുത്ത് വെച്ചുമ്പോൾ ആ ബോഡിയുടെ ആൻറ്റീരിയർ എൻഡിൽ ആദ്യത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റോമിയം. അപ്പോൾ ഇതാ ഇവിടെ ഇത് അല്ലേ, ഇത് ഫസ്റ്റ്. അപ്പോൾ ഈ പെരിസ്റ്റോമിയത്തിന് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ അതിനുണ്ട്, കണ്ടോ? ഈ ഒരു സംഭവം കണ്ട, ഒരു ഫ്ലഷി ഡോസൽ ലോബ് കാണും, കണ്ടോ? ഇവിടേക്കാണ്, ഇവിടെ ഇങ്ങനെയും കാണാം, കണ്ടോ? അത് ഫ്ലഷി ഡോസൽ ലോബ്. അതിൻ്റെ പേരെന്തുവാണ്? പ്രോസ്റ്റോമിയം എന്ന് പറയും, കണ്ടോ? അപ്പോൾ പെരിസ്റ്റോമിയം എന്താണെന്ന് മനസ്സിലായി, അതിൽ പ്രോസ്റ്റോമിയം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പം അതാണ് പെരിസ്റ്റോമിയം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ നമുക്ക് ട്രങ്ക് എന്ന് വിളിക്കാം. കുറേ റീജിയൻസ് ഓഫ് സെഗ്മെന്റ്സിനെ ട്രങ്ക് എന്ന് വിളിക്കാം. പിന്നെ ലാസ്റ്റ് പൈഗിഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റ് ആണ്. അതിനകത്താണ് ഏതിരിക്കുന്നത്? ഏനസ് ഇരിക്കുന്നത്. പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഏനസ്. ഇനി എൻ്റെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം അനലൈസിസ് നോക്കിയാലോ, ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ക്ലോസ്ഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ക്ലോസ്ഡ് ബ്ലഡ് വെസൽസിൽ കൂടിയാണ്. അങ്ങനെയുള്ളതിനെയാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്.
എക്സ്ക്രീറ്ററി ഓർഗൻ എവിടെയാണ്? ഇതിനകത്ത് കണ്ടോ, നെഫ്രീഡിയാണ്. കോയിൽഡ് ട്യൂബ് ലൈക്ക് നെഫ്രീഡിയ. ഓരോ സെഗ്മെന്റിനും ഓരോരുടേതായ നെഫ്രീഡിയ ഉണ്ട്. അതുകൊണ്ടാണ് മെറ്റാമെറിക്കലി അറേഞ്ച്ഡ് എന്ന് അവിടെ പറഞ്ഞത്. ഇനി നെർവസ് സിസ്റ്റം നോക്കുവാണെങ്കിൽ, നെർവസ് സിസ്റ്റത്തിനകത്ത് നോക്കുകയാണെങ്കിൽ നോക്കി കണ്ടോ, ഇവിടെ ഈ കാണുന്ന നെർവസ് സിസ്റ്റം കണ്ട ആന്റീരിയർ നെർവ് റിങ് കണ്ടോ, ഒരു ആന്റീരിയർ നെർവ് റിങ് നമുക്ക് കാണാം. കണ്ടോ ഈ ഗട്ടിന്റെ അടിയിൽ കൂടാണ് ആ റിങ് ഇങ്ങനെ പോയി, കണ്ടോ റിങ് ആയിട്ട്. ആ റിങ്ങിന്റെ ടിപ്പിലായിട്ട് വരുമ്പോൾ ബ്രെയിൻ കാണാൻ പറ്റും. അതിനെയാണ് സെറിബ്രൽ ഗാംഗ്ലിയ എന്ന് പറയും. ബ്രെയിൻ ഉണ്ട് കണ്ടോ, ആന്റീരിയർ നെർവ് റിങ് വിത്ത് എ ബ്രെയിൻ ഇൻ ദ പ്രോസ്റ്റോമിയം. അവരുടെ പൊസിഷൻ എവിടെയായിട്ട് വരും? പ്രോസ്റ്റോമിയം, ഏറ്റവും ഫസ്റ്റ് സെഗ്മെന്റിലായിട്ട് വരും. അപ്പോൾ ആ ബ്രെയിനിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഉണ്ടോ. ഓക്കെ, പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്തുകൊണ്ട് ഒരു വെൻട്രൽ ഡബിൾ ഗാംഗ്ലിനേറ്റഡ് നെർവ് കോഡ് ഉണ്ട്. വെൻട്രലല്ലേ, ബോഡിയുടെ വെൻട്രൽ റീജിയനിലല്ലേ കാണുന്നത്, കണ്ടോ. അതേപോലെ കണ്ട ഡബിൾ, രണ്ട് നെർവ്സ് ആണ് കണ്ടോ, അതിനോട് ഡബിൾ എന്ന് പറയുന്നത് കണ്ടോ. രണ്ട് നെർവ്സ് ആണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ആന്റീരിയർ റീജിയനിൽ നിന്ന് പോസ്റ്റീരിയർ റീജിയനിലേക്ക്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ഓരോ സെഗ്മെന്റിലും ഗാംഗ്ലിയാസ് ഉണ്ട് കേട്ടോ. കാരണം അതെന്തിനാണ് ഈ ഗാംഗ്ലിയ? ഞാൻ ഓൾറെഡി എൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞു, ക്ലസ്റ്റർ ഓഫ് നെർവ് സെൽ ബോഡീസ് ആണ്. അപ്പം ഓരോ സെഗ്മെന്റിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഗാംഗ്ലിയ ഓരോ സെഗ്മെന്റിലും ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് വെൻട്രലാണ്, ഡബിൾ ആയിട്ടുള്ള നെർവ് കോഡാണ്, അതും ഗാംഗ്ലിയോണേറ്റഡ് ആണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് കൺട്രോൾ ആണ്. നമുക്കൊക്കെ എന്തോ ഒരു ബ്രെയിൻ, അവിടെ നിന്നാണ് എല്ലാ മെസ്സേജും പോകുന്നത് അല്ലേ. ഇവിടെ ഓരോ സെഗ്മെന്റിലും ഓരോ ഗാംഗ്ലിയ ഉണ്ട്. അപ്പോൾ ഓരോ സെഗ്മെന്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെസ്സേജ് പോകും. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. എന്നാണ് ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡാണ്. മനസ്സിലായോ? അതുകൊണ്ട് അലവിങ് ഈ സെഗ്മെന്റ് ടു പ്രോസസ് ഇൻഫോർമേഷൻ ആൻഡ് കോർഡിനേറ്റ് ലോക്കൽ മൂവ്മെന്റ്. അതിൻ്റെതായ മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റെസ്പിറേറ്ററി ഓർഗൻസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുക? ഗേഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുക? ബോഡി വാളിൽ കൂടിയാണ്, അല്ലെങ്കിൽ അപ്പൻഡേജസ് അതിൻ്റെ കാലിൽ കൂടെയൊക്കെയാണ്, ഗിൽസ് വഴിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആണ് റെസ്പിറേഷൻ നടക്കുക. റീപ്രൊഡക്ഷൻ മെയിനായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ അസെക്ഷൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾക്കിത് ഗോണോകോറിക്കുമാണ് ഹെർമാഫ്രോഡൈറ്റ്സുമാണ്. ഗോണോകോറിക് എന്ന് പറയുമ്പോൾ എന്തുവാണ് സെക്സസ് സെപ്പറേറ്റ്. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോത്ത് ഗൊണാഡ്സ് പോസിബിൾ ടു സീ ഇൻ ദ സെയിം ഓർഗാനിസം. അതാണ് ഹെർമാഫ്രോഡൈറ്റ്സ്. അപ്പോൾ രണ്ട് ടൈപ്പാണ്. മെയിനായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റീജനറേഷൻ ഉണ്ട്, ബഡിങ് ഉണ്ട്, സ്റ്റോളനൈസേഷൻ ഉണ്ട്. സ്റ്റോളനൈസേഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത. എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ്, എർത്തോം എന്ന് തന്നെ എടുക്കാം. ഒരു സെഗ്മെൻറ്റ് എന്താണ് ഒരു പ്രത്യേക ഒരു സെഗ്മെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനകത്ത് ഗമേറ്റ്സ് ഡെവലപ്പ് ചെയ്യും. ആ സെഗ്മെൻറ്റ് പിന്നെ ഈ എർത്തോമിൻ്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഗമേറ്റ്സ് റിലീസ് ചെയ്യും. പിന്നെ ആ ഗമേറ്റ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോണക്കാണ്. ഗമേറ്റ്സ് തമ്മിൽ, അതായത് മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ആയിട്ട് ആണ് പിന്നെ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുക. പാർട്ട്ലി മാത്രമേ നമുക്ക് ഈ സ്റ്റോളനൈസേഷൻ ഒരു അസെക്ഷൽ മെത്തേഡ് എന്ന് ഇവിടെ അനലിറ്റ്സിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വിട്ടുകളാം. നിങ്ങൾക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സ്റ്റോളനൈസേഷൻ. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇടയ്ക്കൊരു ലാർവൽ ഫോം ഉണ്ട്. എന്തോ ഇതിൻ്റെ ലാർവയുടെ പേര് ട്രോക്കോഫോർ ലാർവയാണ്, അനലിറ്റ്സിൻ്റെ ലാർവ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണോ? അല്ല, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഏകദേശം എത്ര സ്പീഷീസ് ഓഫ് അനലിറ്റ്സിനെ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? 12,000 സ്പീഷീസിനെ ഇതുവരെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.